ഹായ് ഫ്രണ്ട്സ്, ബിൽഡക്ക സ്വാമിൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും വരവേൽக்கிறോ. പേടിക്കണ്ട, തമിഴ് പറഞ്ഞത് തമിഴ്നാട്ടിലായതുകൊണ്ടാണ്. ബിൽഡക്ക സ്വാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ദിണ്ടിഗലിലാണ്. ദിണ്ടിഗലിൽ നമ്മുടെ ഒരു വളരെ പ്രീമിയമായിട്ടൊരു കസ്റ്റമർ ഉണ്ട്. അവർ നമ്മൾ ഈ വഴിക്ക് ബിസിനസ് ആവശ്യത്തിന് പോകുന്ന വഴിക്ക് അവരുടെ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിച്ചാണ് നമ്മളോട് വന്നിട്ടുള്ളത്. ഇത് ശക്തി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, ശക്തി കോളേജ് ഓഫ് നഴ്സിംഗ്, ശക്തി BEd കോളേജ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ ശക്തി ഹോസ്പിറ്റൽ, ഇത്തരം സ്ഥാപനങ്ങളുടെ ശക്തി ഹോസ്പിറ്റൽ, ശക്തി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളുടെ ഉടമയായിട്ടുള്ള ഡോക്ടർ വെമ്പന്നനും ഡോക്ടർ കോകില വെമ്പന്നനും, ഇവർ രണ്ടുപേരും നമ്മുടെ വളരെ പ്രീമിയമായിട്ടുള്ള കസ്റ്റമേഴ്സാണ്. അവരുടെ ഈ കോളേജുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹോസ്പിറ്റലൊക്കെയുള്ള ക്യാമ്പസിനകത്താണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. ഇതിലൊക്കെ എല്ലാ പ്രോപ്പർട്ടീസിൻ്റെയും ടൈൽസ്, സാനിറ്ററി ഐറ്റംസും നമ്മളാണ് സപ്ലൈ ചെയ്തിട്ടുള്ളത്. നമ്മൾ ടോട്ടൽ അപ്രോക്സിമേറ്റ് 1.5 crore വാല്യൂവിലുള്ള ബില്ല് ചെയ്തിട്ടുണ്ട് ഇവർക്ക്. അതിനൊക്കെ വളരെ ഹൈലൈറ്റായി സ്പെഷ്യലായിട്ട് പറയേണ്ടത് ഇവരുടെ വീടാണ്. ഈ ക്യാമ്പസിനകത്ത് ഏറ്റവും അവസാനത്തിലുള്ളത് ഇവരുടെ 8,000 square feet വരുന്ന വീടാണ്. ആ വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വിഷ്വൽസ് നമ്മൾ കാണിക്കാം. ഒരു കാര്യം ഏതെന്ന് വെച്ചാൽ വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല, വർക്ക് പൂർത്തിയായിട്ടില്ല. അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കുറച്ച് എലമെൻറ്റ്സ് ബാക്കിയുണ്ട്, ലൈറ്റിങ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ട്, ഫേർണിഷിങ് ബാക്കിയുണ്ട്. പക്ഷേ ഉള്ളത് വെച്ചിട്ട് ആ വീടിൻ്റെ ഡീപ് ബ്യൂട്ടി നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം. എനിവേ, അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് ഇതിൻ്റെ വർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ വിഷ്വൽസും അതുപോലെ തന്നെ നമ്മുടെ വീടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ശക്തി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് ശക്തി ഹോസ്പിറ്റലിൻ്റെ ചെയർമാൻ ഡോക്ടറെ വീടാണെന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് 8,000 square feet ബിൽഡപ്പ് ഏരിയ ഉള്ള വീടാണ്. 2 acres 2 acres സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത്. ഈ വീട്ടിലേക്കുള്ള ടൈൽസ് ആൻഡ് സാനിറ്ററി ഐറ്റംസ് പൂർണ്ണമായിട്ടും ബിൽഡക്കേഴ്സിൽ നിന്നാണ് സപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ബിൽഡക്കേഴ്സിൻ്റെ ഷോറൂം ഉള്ളത് മലപ്പുറം ജില്ലയിലെ ചങ്ങരകുളത്താണ്, തൃശ്ശൂർ കാലിക്കറ്റ് ഹൈവേയിൽ. ഷോറൂമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് എല്ലാവരും കയറി കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഏതായാലും ശരി, ഈ വീട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഫേർണിഷിങ് കുറച്ച് ബാക്കിയുണ്ട്, അതുപോലെ തന്നെ ഇൻറ്റീരിയറിൽ കുറച്ച് ബാക്കിയുണ്ട്, അതുപോലെ തന്നെ ലൈറ്റിംഗ് വർക്ക്സ് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ബാക്കിയുള്ളത് കൊണ്ടുള്ള ചില പോരായ്മകൾ ഉണ്ടായിരിക്കും അകത്ത് കയറി കാണുമ്പോൾ. ഒരു ആവശ്യത്തിന് പോകുന്ന സമയത്ത് ഡോക്ടർ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വന്നിട്ട് ഈ വീഡിയോ എടുക്കുന്നതെന്നുള്ളൂ. ഈ വീഡിയോ ഈ വീടിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തതിനു ശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എനിവേ, നമുക്ക് അകത്ത് കയറി നോക്കാം. ഫസ്റ്റ് തന്നെ കയറി വന്ന ഫസ്റ്റിൽ തന്നെ ഈ സിറ്റ് ഔട്ടിലുള്ളത് സൺഹാർട്ടിൻ്റെ 8x4 സൈസിലുള്ള പൾപ്പിഷ് ബീജ് എന്ന് പറയുന്ന പൾപ്പിഷ് എക്സ്ട്രാ ബീജ് എന്ന് പറയുന്ന ആ ഒരു ടൈൽസാണ്. 8x4 സ്ലാബ് സൈസിലുള്ള ടൈലാണ്. ഇനി അകത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് നോക്കാം. അകത്ത് കയറി പോകുന്നതിന് മുമ്പ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ വീട് നമ്മൾ ഇതുവരെ ഷൂട്ട് ചെയ്ത വീടുകളിൽ ഇതിൻ്റെ പുറത്തുള്ള ഗാർഡനിങ്ങിന് ഇത്രയേറെ ഇമ്പോർട്ടൻസ് കൊടുത്തൊരു വീട് നമ്മൾ വേറെ കണ്ടിട്ടില്ല. ഇതിനകത്ത് ഇതിൻ്റെ യാർഡ് മനോഹരമായിട്ട് 4x2 സൈസിലുള്ള ബാംഗ്ലൂർ സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ഇത് വിരിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ സപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റോണാണ്. അതിന് പുറമെ മറ്റൊരുപാട് സ്റ്റോണുകളും ആക്സസറീസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചുറ്റുപുറം ഡെക്കറേറ്റ് ചെയ്തിട്ട് വളരെ മനോഹരമായിട്ട് പ്ലാന്റ്സ്, ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഡീറ്റെയിൽ കാണാൻ വേണ്ടി സാധിക്കും. ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ തൊട്ടടുത്തുള്ള പളനിമല ക്ഷേത്രത്തിൻ്റെ ആ മലയുടെയൊക്കെ ഒരു മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വീടിൻ്റെ നേരെ മുമ്പിലാണെങ്കിൽ ഉണ്ണിക്കണ്ണനും ബോക്കളും കൂടിയിട്ടുള്ളൊരു ശില്പമുണ്ട്. റൈറ്റ് സൈഡിൽ അതിൻ്റെ ഫൗണ്ടൈൻ ഉണ്ട്, അതിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ വിശാലമായൊരു പാർക്ക് ഏരിയ പോലെ സിറ്റിംഗ് ഏരിയ ഒക്കെ ഉള്ളൊരു സംഭവമുണ്ട്. വളരെ വിശാലമായിട്ടുള്ളൊരു യാർഡാണ് ഇതിനകത്തുള്ളത്. ഒരു പാർക്കിൻ്റെ ഫീൽ കിട്ടുന്നൊരു യാർഡാണുള്ളത്.
അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ ഈ വീടിനകത്ത് കയറിയിരിക്കുകയാണ്. ഈ വീടിനകത്ത് കയറി അതിൽ നിന്നൊരു കാര്യം സൂചിപ്പിക്കുക, നമുക്ക് വർക്ക് പൂർത്തിയായിട്ടില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില പോരായ്മകൾ ഉണ്ടായിരിക്കും. എന്നാലും നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. പിന്നെ വർക്ക് പൂർത്തിയായതിന് ശേഷം ഫുൾ ഫിനിഷിൽ നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഏതായാലും അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഈ കോമൺ ഏരിയയിലൊക്കെ കാണുന്ന ടൈലെന്ന് പറയുന്നത് 8x4 സൈസിലുള്ള സൺഹാർട്ടിൻ്റെ പൾപ്പിസ് എക്സ്ട്രാ ബീജ് എന്ന് പറയുന്ന ഒരു ഗ്ലോസി ഫിനിഷിലുള്ള ഒരു ടൈലാണ്. ത്രൂ ഔട്ട് ഈ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 8x4 സൈസിലുള്ള സൺഹാർട്ടിൻ്റെ പൾപ്പിസ് എക്സ്ട്രാ ബീജ് ഇതാണ് ത്രൂ ഔട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ഗ്ലാസ് ഓപ്പണിങ്ങൊക്കെയുള്ളൊരു ലിവിങ് ഏരിയ കാണാം. റൈറ്റ് സൈഡിൽ മറ്റൊരു ലിവിങ് ഏരിയ കാണാം. ആ ലിവിങ് ഏരിയയിലാണ് ശരിക്കും ടി വി കൺസോളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി പണി പൂർത്തിയാക്കിയാലാണ് നമുക്കിത് രണ്ട് രീതിയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ കോമൺ ഏരിയയിൽ ഈ ഒരു ലിവിങ് ഏരിയയിലുള്ളത് എക്ലിപ്സിൻ്റെ SPC ഫ്ലോറിംഗ് ആണ്. നമ്മുടെ ഷോറൂമിലൊക്കെ നമ്മൾ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമുക്കിത് കൊടുക്കാം. ഇത് എക്ലിപ്സിൻ്റെ SPC ഫ്ലോറിംഗ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ പറയുന്ന റൈറ്റ് സൈഡിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഈ കോമൺ ആയിട്ട് ചെയ്തിട്ടുള്ള ആ 8x4 സൈസ് സൺഹാർട്ടിൻ്റെ ആ ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വന്ന് അവിടെ ഇങ്ങനെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. ഈ ഇൻറ്റീരിയറിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഇവിടെ വിശാലമായിട്ടുള്ളൊരു ഹോൾ ഏരിയ ആണിത്. വളരെ വിശാലമായിട്ടുള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണിത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു പാഷ്യോ എന്ന് പറയാവുന്ന രീതിയിലുള്ള സ്പേസ് കാണാൻ കഴിയും. ഈ പാഷ്യോക്കകത്ത് ബാംഗ്ലൂർ സ്റ്റോണ് വിരിച്ചിട്ട് നാച്ചുറൽ ഈ ആർട്ടിഫിഷ്യൽ ഗ്ലാസൊക്കെ വിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റോണിൻ്റെ ഒരു പാഡിങ് ഈ ബോർഡിലൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾ സപ്ലൈ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പൂൾ കാണാം. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഫ്ലോറിൽ ലപ്പോത്രി ഗ്രാനൈറ്റാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പൂളാണ്. പൂളിലൊക്കെ പണി പൂർത്തിയായിട്ട് വെള്ളമൊന്നും വന്നിട്ടില്ല. ഈ പൂളിനകത്ത് പൂൾ ടൈൽ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വോൾ ക്ലാഡിങ് കാണാം. അതും ഈ പറഞ്ഞ പോലെ ഡി ഗ്രീൻ എന്ന് പറയുന്ന നമ്മൾ സപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ടൈലാണത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ലാഡിങ് അവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഹോൾ തന്നെ ഇതിൻ്റെ വിശാലമായ സ്പേസിൽ പോകുന്നുണ്ട്. റൈറ്റ് സൈഡിൽ മേലേക്കുള്ള സ്റ്റെയർസ് പോകുന്നുണ്ട്. വളരെ വിശാലമായ സ്റ്റെയർസാണ്. വുഡൻ ബാരിക്കേഡൊക്കെ കൊടുത്ത് ഗ്ലാസൊക്കെ കൊടുത്തിട്ടുള്ള ഇതാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ റൈറ്റിലേക്ക് പോയി ഇവിടെ ഒരു ഫയർ ഏരിയ ആണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ മുരുകൻ്റെ വേലും അതുപോലെ തന്നെ മയിലൊക്കെ വളരെ ഭംഗിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ഹോളിൻ്റെ മറ്റു ഏരിയയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് തോന്നുന്നത് ഡൈനിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. ഇത് വളരെ വിശാലമായിട്ടുള്ള ഏരിയയാണ്. ഇത് കൗണ്ടർ ടോപ്പ് കൊറിയൻ ടോപ്പാണ്. അതോടൊപ്പം തന്നെ ഈ അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനും അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ മിക്സർ ടാപ്പുമാണ് കൊടുത്തിട്ടുള്ളത്. സീലിങ്ങിലൊക്കെ മനോഹരമായിട്ട് ലൈറ്റിങ്ങും നല്ല സ്പെഷ്യൽ ലുക്കിലുള്ള ഫാനും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുണ്ട്. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കിച്ചണാണ്. ഈ കിച്ചനകത്ത് ഇവിടെ ഒരു ബാർ കൗണ്ടർ പോലെ കിച്ചൻ്റെ ഡൈനിങ് ഏരിയയുടെ ഇടയിലുള്ള ബാർ കൗണ്ടർ പോലെയുള്ള ഒരു സെർവിങ് ഏരിയ ഉണ്ട്. ഇവിടെ കൊറിയൻ ടോപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഐലൻഡ് കിച്ചൺ ഉണ്ട് ഇവിടെ, അവിടെയും കൊറിയൻ ടോപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ത്രൂ ഔട്ട് ഇതിൻ്റെ കിച്ചൺ ക്യാബിനറ്റിൻ്റെ ഒക്കെ ടോപ്പ് പൂർണ്ണമായിട്ടും ഈ കൊറിയൻ ടോപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പാഗ്രസിൻ്റെ 160x80 സൈസിലുള്ള ഒരു മാക്സ് ഫിനിഷിലുള്ള ഒരു ഗ്രേഷ് ഫോർമാറ്റുള്ളൊരു ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ വീട്ടിലൊരു ബെഡ്റൂമിലാണുള്ളത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഇതിൽ ഇതുപോലത്തെ 5 ബെഡ്റൂമുകളാണ് ഇതുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ 8000 സ്ക്വയർ ഫീറ്റ് വീടാണിത്. കംപ്ലീറ്റ്ലി സെൻട്രൽ എയർ കണ്ടീഷനിലാണ് നമുക്ക് നോക്കിയാൽ വേണ്ടി മനസ്സിലാവും. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു റൂമിനകത്ത് സെയിം നമ്മൾ അവിടെ പറഞ്ഞ അതേ ടൈൽസിൻ്റെയാണ് കണ്ടിന്യൂവേഷൻ ചെയ്തിട്ടുള്ളത്. താഴത്തെ ഫ്ലോറിലുള്ള എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. മറുഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ വാർഡ്രോപ്പ് ഏരിയ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ലോക്കർ റൂമുണ്ട്. പിന്നെ പുറത്തൊക്കെ ഇൻറ്റീരിയർ അതിൻ്റെ കബോർഡ്സും കാര്യങ്ങളും വാർഡ്രോപ്സൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സ്പേഷ്യസ് ആയിട്ട് 5 റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. ആ റൂമുകൾ നമ്മൾ കണ്ടു. ഇപ്പം നമ്മളുള്ളത് ഈ വീട്ടിലെ ഒരു ടോയ്ലറ്റിലാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റാണ്. ഇതിനകത്ത് ഒരു ഗ്ലാസ് പാർട്ടീഷനൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഫ്ലോറിൽ വാളിൽ യൂസ് ചെയ്തിട്ടുള്ളത് 4x2 സൈസിൽ വരുന്ന കാർവിക്
ഫിനിഷുള്ള മാറ്റ് ഫിനിഷിൽ കാർവിങ്ങുള്ള ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് വീട്ടിൽ വരുന്ന എല്ലാ ടോയ്ലറ്റുകളിലും ഈ സമാനമായിട്ടുള്ള പല ഡിസൈൻ കളർ വേരിയേഷനുള്ള ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് വാഹൻ ക്ലോസറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെയാണ്. അതുപോലെ തന്നെ ദ്രോഹേൻ്റെ പുഷ് പ്ലേറ്റ് കാണാം അവിടെ നമുക്ക്. ഇവിടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡൈവേർട്ടറൊക്കെ അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ കാണാൻ വേണ്ടി സാധിക്കും. മൊത്തത്തിൽ ഈ വീടിനകത്ത് ടോയ്ലറ്റുകൾ യൂസ് ചെയ്തിട്ടുള്ള അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഗ്രോഹാറ്റിക് ഫിറ്റിങ്സും സാനിറ്ററി ഐറ്റംസൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പ് കയറി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കയറി ഉള്ളത് ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂമാണുള്ളത്. പിന്നെ നമുക്ക് ഒരു ബ്രിഡ്ജ് വാക്ക് വേ പോലെ ആ കോമൺ ഏരിയയിലേക്കുള്ള വഴിയാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും ഡബിൾ ഹൈറ്റിലുള്ള ഓപ്പൺ ഏരിയ ഉള്ളത്. അവിടെ രണ്ട് സ്ഥലത്ത് ഡെക്കറേറ്റീവായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വർക്ക് പൂർത്തിയായിട്ടില്ലാത്തതുകൊണ്ട് അത് കവേർഡാണ്. അതിൻ്റെ ഫുൾ ഭംഗി നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ രണ്ട് സൈഡിലും ആ ഒരു സ്റ്റെയർസിൻ്റെ അതേ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വുഡൻ ഹാൻഡ് റെയിലും ഗ്ലാസ് ബാരിക്കേഡും കൂടിയിട്ടുള്ള അങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടുത്തെ ഒരു കോമൺ ലിവിങ് ഏരിയയിലേക്ക് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേസാണ്. മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതിലൊരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ വീടിൻ്റെ യാർഡും അതിനൊപ്പം തന്നെ ഈ എൻറ്റയർ ക്യാമ്പസും കാണാൻ കഴിയുന്ന ഒരു വ്യൂ ആണുള്ളത്. വേറെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കി താഴെ കണ്ട നമ്മൾ പൂൾ ഇവിടെ കാണാൻ കഴിയും. പിന്നെ ഓപ്പൺ സ്പേസ് അപ്പുറത്തേക്കുള്ള ഓപ്പൺ ടെറസൊക്കെ ഇവിടുന്ന് 2 ഗ്ലാസ് കവർ ചെയ്തിട്ട് കാണാൻ വേണ്ടി കഴിയും. വളരെ മനോഹരമായിട്ടാണ് ഈ ഏരിയ സെറ്റ് ചെയ്തിട്ടത്. ഇവിടുത്തെ ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കണ്ട സൺഹാർട്ടിൻ്റെ 8x4 സൈസിലുള്ള സെയിം സ്റ്റൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ താഴത്തത് ബീജ് ആയിരുന്നെങ്കിൽ ഇവിടുത്തത് ഗ്രേ ആണ്. മറ്റേത് ബീജ്, ഇത് ഗ്രേ. ആ ഡിഫറൻസേ ഉള്ളൂ. സെയിം സൈസ്, സെയിം ബ്രാൻഡ്, സൺഹാർട്ടിൻ്റെ 8x4 സൈസ്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ശക്തി ഹോസ്പിറ്റലിൻ്റെ അതുപോലെ തന്നെ ശക്തി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർമാൻ ഡോക്ടർ വേമ്പണ്ണൻ്റെ കൂടെയാണ്. ഹായ് സർ. First of all, we have congratulations you because of this entire beautiful home which you made, and for the institution you are managing. So, what was your experience with Builders? How did you reach there? Actually, when the work was going on, my Mapillai, Mr. Muthukrishnan at the Kundangulam, he directed engineer's sign. So, when the stage of tile work came, he told me that out of his experience, that he has got the resorts at Anakati near Coimbatore. He told me that I purchased tiles from Coimbatore and from Kerala also. Out of these, all the tiles, the Builders market tiles is the quality wise best, the price wise comparatively cheap. So he directed me to go to the Builders. I also came to the shop. Their hospitality is very nice. So I purchased the tiles from there to all my work, civil work. So I got lot of gain from them. Really? So the tile quality is very nice. At the same time, they transport the tiles at free of cost. So I'm very thankful for Builders for my building works. Okay, thank you very much, sir. And your experience was nice there. Very nice. Very nice. Okay. I purchased tiles from Coimbatore and from Madurai. It's a usual purchase. You came all the way from here to Ernakulam. Yes. Is that worth, according to you? Worth. Really? Yeah, what? Thank you very much. Otherwise, more than 20% I am saving money. Really? Thank you. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ ഇവരുടെ റിലേറ്റീവ് മുത്തുകൃഷ്ണൻ നമ്മുടെ കൂടെ ഉണ്ട്. മുത്തുകൃഷ്ണൻ മുത്തണ്ണ നമ്മുടെ ഈ ബിൽഡേഴ്സിൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. മുത്തണ്ണ, വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ്? എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്? എങ്ങനെയാണ് നിങ്ങളവിടെ കണക്ട് ആയത്? നല്ല എക്സ്പീരിയൻസ് ആണ്. എനിക്കിപ്പോൾ അവിടെയുള്ള ഹൈദറിനെ പരിചയമുണ്ട്, സാനിക്ക്, പിന്നെ ബാബുവേട്ടൻ, അങ്ങനെയുള്ള എല്ലാവരും ഒരുവിധം പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഗൈഡ് ലൈനും കൂടി നമുക്കുണ്ടായിരുന്നു. നല്ല സാധനങ്ങൾ കിട്ടി. പിന്നെ കമ്പനിയിലത്തെ എല്ലാവരുടെയും പെരുമാറ്റവും പിന്നെ അവിടുത്തെ ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ നിലയ്ക്ക് അവിടെ തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു സന്ദർഭം ഉണ്ടായി. നമ്മൾ നല്ല ഹാപ്പിയാണ്. കാരണം നമ്മളൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരിക്കലും നമുക്കത് പേരുദോഷം കേൾക്കേണ്ടി വന്നിട്ടില്ല. നല്ലൊരു അഭിപ്രായമാണ്. ഓക്കെ. താങ്ക് യു വെരി മച്ച്. Actually,
what is the specialty of this built scenes? If we go to one shop, we will have more tiles and color and the quality in mind. When you go to the shop, you will ask the tiles, they will say yes or no. So in built the body is best, that is cheap. If that kind of tiles not available, they will ask wait some time. Wait, that will wait for you. 20 days. Yep, we will supply. Even small quantity or large quantities of material, they want to give full satisfaction to customers. That is their specialty. So their main work is a good service, not monetary minded persons. Okay, anyway, Thank you for thank you very much for your good words for us. thank you, sir. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ഈ വീടുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതാണ്. വീട് മാത്രമല്ല, ഈ ഒരു ക്യാമ്പസ് നമ്മുടെ ശക്തി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ശക്തി ഹോസ്പിറ്റൽ ഗ്രൂപ്പിൻ്റെ ക്യാമ്പസും ഇത് വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുവരെയുള്ള ഞങ്ങളുടെ വീഡിയോക്ക് തന്ന പിന്തുണ ഇനിയും തുടരുക. വീഡിയോ എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും ശരി, മറ്റൊരു വീഡിയോയുമായി മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി അധികം വൈകാതെ കാണാം. ഓക്കെ, ബൈ.